നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കാണാം. ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, നമുക്ക് വന്ന് തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കോക്കിന് ഇഷ്ടമായില്ല, വേറെ ആൾക്കാർക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടം നോക്കി സെക്കൻഡ് ഹാഫ് പടം വേറെ ലെവൽ. പടം സെറ്റ്. ഫസ്റ്റ് ഹാഫ് തീരുന്ന ഒരു ഫൈറ്റ് ഉണ്ട് അത് മുതൽ, പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ പടം തീരുന്ന കിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൊക്കെ വിഷയം. ലാലേട്ടൻ വന്നവിടെ പടം അങ്ങ് കേറി. നെഗറ്റീവ് പറയുന്നത് അവർ ലോജിക്ക് നോക്കി നിൽക്കുന്നവരാണ് നെഗറ്റീവ് പറയുന്നത്. പക്ഷെ പടത്തിൽ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ വിഷയമൊന്നും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ലോജിക്ക് നോക്കാതെ ജസ്റ്റ് പടം എൻജോയ് ചെയ്ത് വന്ന് മാഡ്നസ് എൻജോയ് ചെയ്യാൻ വന്ന് കാണാം. കിടിലം പടം ബ്രോ. പടം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ മൈൻഡിൽ നമ്മൾ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി പടം. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ, അതായത് ഇതിൽ പറയുന്നുണ്ടല്ലോ മാഡ്നസ് ആണ്, ഫുള്ളി മാഡ്നസ് ആണ്, വേറൊന്നും പറയാനില്ല. വെച്ചാൽ ഒട്ടും ലോജിക്കില്ല. നമ്മളൊരു തെലുങ്ക് പടം കാണുന്ന അത്ര പോലും ലോജിക്കില്ല. ആ രീതിയിൽ കണ്ടിരിക്കുക. പിന്നെ നമ്മൾ എന്റർടൈൻ ചെയ്യിക്കാനുള്ള 2.5 മണിക്കൂർ ഫുൾ കുത്തിനിറക്കി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളി പടമാണ്. സെക്കൻഡ് ഹാഫിൽ റഫറൻസ് സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫിലെന്നല്ല, ഫസ്റ്റ് ഹാഫിലും ഒരുപാട് ഇതുപോലെ സീനൊക്കെ വരുന്നുണ്ട്. അതും അടിപൊളിയാണ്. പിന്നെ ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇച്ചിരിയെങ്കിലും നെഗറ്റീവായി തോന്നിയെന്ന് പറഞ്ഞാൽ കുറച്ച് VFX കാര്യങ്ങളൊക്കെ കുറച്ച് ബോറായിട്ട് തോന്നി. അതൊഴിച്ച് ബാക്കിയെല്ലാം പക്കയാണ്. കിട്ടില്ല പടം തന്നെയാ, ഒന്നും പറയാനില്ല. കംബാക്ക് തന്നെയാണ്. കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാനും മുനക്ക് എല്ലാവരും തന്നെ ദിലീപേട്ട പടം കണ്ടു വളർന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആളുടെ മികച്ച കംബാക്ക് തന്നെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് കിട്ടി. പിന്നെ നമ്മുടെ ലാലേട്ടനും ഉണ്ട്. പിന്നെ എന്താ വേണ്ടേ? പിന്നെ നമ്മൾ ആ കേസിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയില്ല, അത് പറയാനും പറ്റത്തില്ല. കോടതി വിധി വരെ വന്നു. പിന്നെ വെറുതെ നെഗറ്റീവ് അടിക്കുകയാണ്. ഈ റിവ്യൂ പറയണ കോമാളികൾക്ക് തലയ്ക്ക് വിവരമില്ലേ? ഈ അശ്വന്ത് കോക്കൊക്കെ എന്തുവാ പറയണ? അയാൾക്ക് ഗുഡ് ബാഡകൾ ഇഷ്ടമോ? ഇത് ഇഷ്ടമാവില്ലേ? ബ്രോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ബ്രോമൻസ് ഇഷ്ടമെന്ന് പറഞ്ഞ മനസ്സിലായല്ലോ. പുള്ളി ഒരുമാതിരി പുള്ളിയുടെ റിവ്യൂ ഒക്കെ കണ്ടുപോണ ആൾക്കാരെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കാണാം. ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, നമുക്ക് വന്ന് തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കോക്കിന് ഇഷ്ടമായില്ല, വേറെ ആൾക്കാർക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പൈസ അല്ല, അവര് പൈസ ഒന്നും തരുന്നില്ലല്ലോ. സിമ്പിൾ. പടം കിട്ടില്ലെന്ന് തന്നെയാണ്. അടിപൊളി. കണ്ടോ? കംബാക്ക് ഓഫ് ഡി. പടം അടിപൊളിയായിരുന്നു. അതായത് ലോജിക് ഒന്നും നിങ്ങൾ ചിന്തിക്കല്ല. ഈ പടം കാണാൻ പോകുമ്പോൾ നിങ്ങൾ അല്ലാതെ പോയി കാണണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഹൻലാലിന്റെ പെരുച്ചാഴി പടം തുടക്കത്തിലേ പറയും ലോജിക്കില്ല. ഇത് അതേപോലത്തെ ഒരു പടമാണ്. ഒരുപാട് റെഫറൻസ്, ഫാൻസിന് എൻജോയ് ചെയ്യാറ്റുള്ള പടം. തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല ആളുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ്. ആ ഒരു വൈബിൽ അങ്ങിരുന്ന് കാണാൻ വേണ്ടി ഫെസ്റ്റിവൽ മൂഡ് പടം. അതെ, ഫെസ്റ്റിവൽ പോലെ ആദ്യം തൊട്ട് അവസാനം വരെ പൊളിച്ചിട്ടുണ്ട്. മലയാളത്തിന് അടിപൊളിയായിരുന്നു. അടിപൊളി ഫുള്ള് എന്റർടൈൻമെന്റ് പടം ബ്രോ. ദിലീപേട്ടനൊക്കെ കുറെ നാളിന് ശേഷം നമ്മള് ഫുള്ള് എന്തൊക്കെ നമ്മൾ ഇതുവരെ കണ്ടു വളർന്നോ അതെല്ലാം ഒരു പടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ബ്രോ. പിന്നെ ലാലേട്ടനും അത് തന്നെ ഫുൾ എനർജി പാക്ക് ആയിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ ജയിലറിന് ശേഷം ലാലേട്ടൻ ഇത്ര എനർജറ്റിക് ആയിട്ട് ആദ്യമായിട്ടാണ് കണ്ടത്. ജയിലറിന് ശേഷം ജയിലർ ഓക്കെ ബ്രോ, അത് ഒരു ഇതാണ്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് അങ്ങ് ലോഡ് ഇറക്കി അങ്ങ് വെച്ചേക്കണം സെക്കൻഡ് ഹാഫ്. അപ്പൊ ലാലേട്ടൻ വേറെ ലെവലില് അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിജയ് ഫാൻസിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വിജയ് ഫാൻസിന് ബ്രോ, ഞാനൊരു വിജയ് ഫാനാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. ലാലേട്ടനൊക്കെ ഒരു വിജയ് ഫാൻ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ചോദിച്ചത് അപ്പോ ഒരു രക്ഷയില്ല ബ്രോ. അത്രയ്ക്ക് അടിപൊളി. ലാലേട്ടന്റെ പീക്ക് കഴിഞ്ഞാടം തന്നെ. പിന്നെ അഴിഞ്ഞ ആട്ടം എന്ന് പറഞ്ഞാൽ ബ്രോ ഒരു 15 വയസ്സ് പയ്യനെ പോലെയാണ് കിടന്ന് അവിടെ കാണിക്കുന്നത് രണ്ടുപേരും. ആദ്യമേ ലോജിക്കില്ല, മാഡ്നസ് ആണ്, അങ്ങനെ സംഭവം എക്സ്പെക്ട് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെയായിരുന്നു, മാഡ്നസ് തന്നെയായിരുന്നു. നമ്മള് കിടില മൂവി, ഒന്നും പറയില്ല. ലാലേട്ടനായാലും ദിലീപേട്ടനായാലും നല്ല രീതിയിൽ കിടന്ന് അഴിഞ്ഞാടുന്നുണ്ട്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അങ്ങറ്റം പീക്ക് ലെവല് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ ലാലേട്ടൻ കുറെ നാൾക്ക് ശേഷം തിരിച്ചു വന്നതാണ്. ദിലീപേട്ടൻ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ടും ദിലീപേട്ടൻ ഈ ഫിലിമില് പൊളിക്കുന്നുണ്ട്. വേറെ ഒന്നും പറയാനില്ല. കിടില മൂവി എന്ന് പറഞ്ഞാൽ കിടില മൂവി. നെഗറ്റീവ് നോക്കാം, തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പക്ക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ക. അതിൽ വേറെ ഒന്നും പറയാനില്ല. എനിക്കാണെങ്കിൽ കിടന്ന് വിളിച്ച് തൊണ്ടേന്നുമില്ല. അമ്മാതിരി കിടില മൂവി. സോങ് വന്നപ്പോ സോന സോങ്ങും ആ ഒരു ഫൈറ്റ് സീക്വൻസും കൂടെ ഒന്നും പറയാനില്ല ബ്രോ. കിടില മൂവി എന്ന് പറഞ്ഞാൽ ആ സോങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് പീക്ക് ലെവല് പോകുന്നുണ്ട്.